ഇത് ഏത് കണ്ടസ്റ്റൻസ് ആണ് പരാതി തന്നേന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ മിക്കവാറും ഇഡിയുടെ ഓഫീസ് വരെ വരേണ്ടി വരും. അതിന് ഞാൻ സാമ്പത്തിക കുറ്റമൊന്നും ചെയ്തിട്ടില്ലോ സാർ. ആ ഇഡി അല്ല, ഇടിയം വർക്കി എന്റെ സീനിയർ. പിന്നെ അവന് നമ്മൾ അവിടെ ബിസിനസ് ഇട്ട് കൊടുത്തു. അവൻ ചൊവ്വായില്ല, അതിലവൻ ഗതി പിടിച്ചില്ല. പിന്നെ ഞാൻ കുറച്ചാള് ഗൾഫിൽ കൊണ്ടാക്കി, അവിടെ ഒന്നും രക്ഷില്ല. അവന് ഒന്നിനും കൊള്ളാത്ത തീർക്കണം. നമുക്ക് സിനിമയിൽ വല്ലതും ചെയ്യിക്കാൻ പറ്റുമെന്ന്. അതായത് ഒന്നിനും കൊള്ളാത്തവർക്ക് വരാനും ചെയ്യാനും പറ്റിയൊരു നല്ല സ്ഥലം എന്നുള്ള പോലെയാണ്. ഹെൽമെറ്റ് വെക്കാതെ എങ്ങാനും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ താത്തി വെച്ചിരുന്ന മുടി അങ്ങ് പൊങ്ങി നീണ്ടു കിടക്കുന്ന നെറ്റി കാണുമല്ലോ എന്നുള്ള പേടിക്കാണ് ഇവരെ ഹെൽമെറ്റ്. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എനക്ക് ഓർമ്മ വന്നു. പഠിച്ചോനെ 20 കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം ഞാൻ എന്തെന്നാ പറയാ. വരിക്കച്ചക്കേ നിന്നെ തിന്നാനായി കൊതി തോന്നുന്നേ, ഉഴുക്കുണ്ടാക്കി ബീഫ് കറുകൂട്ടി തിന്നാമെടി. Once upon a time, once upon a time, once upon a time, once upon a time. Hello, namaskaram, my dear viewers. Welcome to a super brand new episode of Once Upon a Time, Kalippanum Kandhariyum. ഒരു മിടുക്കനായ കലിപ്പനും ഒരു മിടുക്കത്തിയായ കാന്താരിയും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മത്സരങ്ങൾ കളർഫുൾ ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മുടെ എപ്പിസോഡ് കൂടുതൽ കളർ ഫൺ ഫീൽഡ് ആക്കുവാനായിട്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചീഫ് ജഡ്ജ് രമേശ് പിഷാരടി. ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് അടുത്തതായി ക്ഷണിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ജേർണിയിലെ തുടക്കം മുതൽ ഇപ്പോൾ വരെ ത്രൂ ഔട്ട് ആയിട്ട് ഒരു വലിയ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിന്നൊരു വ്യക്തിത്വമാണ്. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും വളരെയധികം ആക്റ്റീവായിട്ട് ഇന്നും നമ്മുടെ മനസ്സിലെല്ലാം ഒരു പ്രിയങ്കരനായി തുടരുന്ന ഒരു വ്യക്തിയാണ്. ലെറ്റ്സ് വെൽക്കം our dearest കലാഭവൻ പ്രജോത്. കാരണം പ്രജോട്ടൻ നമ്മുടെ എല്ലാ സീസണിലും വന്നിട്ടുണ്ട്. വന്ന എപ്പിസോഡുകളെല്ലാം വളരെ ഗംഭീരമായിരുന്നു. പ്രജോട്ടന്റെ മറ്റു വിശേഷങ്ങൾ, പരിപാടികൾ, സിനിമകളൊക്കെ ഏതാ പ്രജോട്ട? വിശേഷങ്ങൾ ഇനിയിപ്പോ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു 2 തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ ഷൂട്ടാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഈ മുടി നീട്ടി വളർത്തിയത് അപകടമായല്ലോ. ഒന്ന് വളർത്തിയപ്പോഴത്തേക്ക് പോലീസുകാരനായിട്ട് ഇനി വീണ്ടും വെട്ടേണ്ടി വരും. പ്രജോദേട്ടാ, ഈ നമ്മുടെ ഈ ആക്ഷൻ ഹീറോ ബിജു എന്നുള്ള ചിത്രം പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വേറെ ഒരു ആംഗിൾ അല്ലെങ്കിൽ വേറൊരു വേർഷൻ ആയിട്ട് ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചിത്രം സൂപ്പർ ഹിറ്റ് ആയത്. ശരിക്കും നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് ആക്ഷൻ ഹീറോ ബിജുയുടെ സെക്കൻഡ് പാർട്ടിലേക്ക്. എങ്ങനെയാണ് കഥാപാത്രം? കുറച്ചുകൂടി ഗംഭീരമാകോ? എന്താണ്? അല്ല, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് വളരെ ഇടുക്കിയായ പോലീസുകാരിൽ നിന്ന് ഏറ്റവും റിയലിസ്റ്റിക് ആയ പോലീസുകാരെ കാണിച്ചതാണ് എബ്രിഷൈൻ ആ ചിത്രത്തിലൂടെ. പ്രജോദ് എനിക്കറിയാം, എനിക്ക് പരിചയമുണ്ട്. പ്രജോദ് എന്തിനാ ഇവിടെ വന്നോ? നമ്മുടെ ചീഫ് ഗസ്റ്റ് ആണ്. അതൊക്കെ ഞാൻ ക്ഷണിച്ചിട്ട് വന്നാ സാറേ. ഞാൻ അദ്ദേഹത്തെ ഞങ്ങളുടെ പരിപാടിയിൽ വരുമോ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം വന്നതാണ്. ഞാൻ ആരാണാവോ? അല്ല, ഞാനാണ് ഈ പരിപാടി രമേശ് പിഷാരടി. ഞാൻ കാണുമ്പോ താടിയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചത്. എന്താ സാറേ കാര്യം? ഇവരൊക്കെയാരാ? നമ്മള് കണ്ടസ്റ്റൻസും അവരുടെ ഫ്രണ്ട്സും ഓഡിയൻസും ഒക്കെ വരുന്നതാണ്. എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതാണ് സാർ ആരാന്ന് ഞങ്ങക്ക് മനസ്സിലായി. എന്താ സാറേ കാര്യം പറ സാറേ. എന്റെ പേര് വേണ്ടോ? പേര് ബിൻസി മാത്യു. ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ബിൻസി. നിനക്കെന്താ ബിൻസി മാത്യു എന്ന പേര്? പെൺപിള്ളയുടെ പേര് തന്ത ചോദിച്ചതാ. സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോഴേ പെങ്ങളുടെ പേരെഴുതി കൊടുത്തു. അങ്ങനെ പറ്റില്ല. പിന്നെ എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കണമല്ലോ. പരാതി കിട്ടി അന്വേഷിക്കണമല്ലോ, വേണം. അതിന് വേണ്ടിയിട്ട് വന്ന. അതായത് ഇവിടെ ഈ കണ്ടസ്റ്റൻസ് വന്നിട്ട് പറയുന്ന കോമഡികള് ഇവിടെ നിന്ന് മോഷണം പോകുന്നുണ്ടെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. കൗണ്ടറുകൾ. അത് തന്നെയല്ല, ഇവിടെ ഈ ഗ്രൂമിങ് നടത്തുന്ന സമയത്ത് ഇവര് റിഹേഴ്സൽ ചെയ്യുമ്പോൾ കൂടെയുള്ള സഹപ്രവർത്തകർ ഒളിച്ചു നിന്ന് കേട്ടിട്ട് അതുകൊണ്ടൊന്നും അവരറിയാതെ ഇവിടെ അടിക്കണ്ടെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പലരും ഇവിടെ വന്ന് ഗസ്റ്റിന്റെ വ്യാജേന ഇവിടെ വന്നിട്ട് ഇവര് പറയുന്നതൊക്കെ കേട്ട് കോപ്പി അടിച്ച് പല അമ്പലപ്പറമ്പിലും കൊണ്ടുപോയി വിൽക്കുന്നുണ്ടെന്നും ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടുണ്ട്. സാറേ, അങ്ങനെ ചെയ്യുന്നില്ല. ഇവിടെ പിള്ളേരുടെ കൗണ്ടർ ചിലപ്പം അവർ ഈ റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്തുനിന്ന് പോകുന്നുണ്ടാവും. ഇത് ഏത് കണ്ടസ്റ്റൻസ് ആണ് പരാതി തന്നേന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല, അത് ഞാൻ പിന്നെ പറയാം. അല്ല സാറേ, അവര് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ഞങ്ങളോടല്ലേ പറയണ്ടേ? നേരെ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കാൻ പാടില്ല. നിങ്ങൾ മിക്കവാറും ഇഡിയുടെ ഓഫീസ് വരെ വരേണ്ടി വരും. അതിന് ഞാൻ സാമ്പത്തിക കുറ്റമൊന്നും ചെയ്തിട്ടില്ലോ സാർ. ആ ഇഡി അല്ല, ഇടിയം വർക്കി എന്റെ സീനിയർ.
അങ്ങോട്ട് വരണ്ടേ? അല്ല സാറേ, ഇവിടെ നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇൻഹൗസ് ആയിട്ട് നമ്മളോട് പറയണം, ഞങ്ങൾ പരിഹരിക്കാന്ന് പറഞ്ഞിരുന്നു. അതിന് പുറത്തുനിന്നൊരു പോലീസിന്റെ സഹായം. എന്തായാലും പോലീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? നിങ്ങൾ കുറ്റമൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ പോലീസിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എനിക്ക് തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇരുന്ന് ഇത് വാച്ച് ചെയ്യേണ്ടി വരും. സാർ അവിടെ ഇരുന്നാൽ ചിലപ്പോൾ പിള്ളേർ പേടിച്ചു പോകും സാറേ. സാറ് ഞാനെന്താ അത്രയ്ക്ക് കണ്ടാമൃഗമാണോ? അല്ല, എന്നാലൊരു മോള് പേടിച്ചു എന്നെ കണ്ടിട്ട്? ചെറുതായിട്ട് പേടി പോയി. അല്ല, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടിക്ക് പേടിയുണ്ടോ? വേണ്ട, ആർക്കും പേടില്ല. ഞാനേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാക്കിയിട്ടൊരു കലാകാരനാണ്, കലാഹൃദയമുള്ള ആളാണ്. എനിക്ക് തോന്നി, കാരണം കേരളത്തിൽ ഇത്രയും വലിയ കേസുകൾ നടക്കുന്നതിനിടയിൽ ഈ 2 കൗണ്ടർ മോഷണം പോയ കേസ് അന്വേഷിക്കാൻ വേണ്ടി സാറ് നേരിട്ട് വരുമ്പം സാറിന്റെ ഉള്ളിൽ ഒരു കലാകാരനല്ലാതെ വരാൻ പറ്റില്ല. സ്റ്റേഷനിൽ നിന്ന് പലരും വരാന്ന് പറഞ്ഞതാണ്. ഞാൻ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി തെളിവെടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് വന്നു. അതെന്തിനാ സാറേ അങ്ങനെ പറഞ്ഞത്? അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ കൗണ്ടർ എനിക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോയി അടിച്ച് അവിടെ ഷൈൻ ചെയ്യാലോ. അത് തന്നെയല്ല, എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. സാറിനുണ്ടോ? അപ്പൊ ഞാനും ഭാര്യയും കൂടി ഈ കൗണ്ടർ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വ്യൂവേഴ്സിപ്പ് കൂടുമല്ലോ. അതുകൊണ്ട് സാറിനൊക്കെ കമന്റ് ആരും ഇടത്തില്ല, ആരും കമന്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇടത്തില്ലല്ലോ. സാറിന് എല്ലാവരും എനിക്ക് കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ആരാ? താടി വെച്ചോ എഴുന്നേക്കാനൊരു മടി, കുടുമിയൊക്കെ തലയിലൊക്കെ കെട്ടി വെച്ചു, താടിയൊക്കെ വളർത്തി, താടിയും കെട്ടിയിട്ടുണ്ടോ താഴത്ത്? നിന്നെ ഇവിടെ കണ്ട് നല്ല പരിചയമുണ്ട്, എനിക്ക് നല്ല പരിചയം തോന്നുന്നു. എവിടെ? സാധു ബീഡിയുടെ കവറിന്റെ പുറത്ത്. ശരിയല്ലേ? അവനാണ് അതിന്റെ മോഡല്. അല്ല, അപ്പൊ സാറ് ബീഡി വലിക്കുവോ? മണമുണ്ടോ? അല്ല, പെട്ടെന്ന് ആളെ കണ്ടപ്പോ മനസ്സിലായി വെറുതെ. ഞാൻ വീഡിയോയിലേക്ക് കയറി. ഇത് ചോദ്യം നിങ്ങൾ വേണ്ട കേട്ടോ. ഞാൻ അവിടെ തന്നെ കാണും. നന്നായിട്ടൊക്കെ കൈയടിച്ചോളണം കേട്ടോ. ഇത് കറങ്ങണ കസേരയാണോ? അല്ല സാറേ, ഇവിടെ പ്രചോദേട്ടൻ ഇരിക്കാനുള്ളതാണ്. അവിടെയാണ്. എനിക്കറിയാം, ഞാൻ എന്നെ കാലിന്റെ എക്സസൈസ് എടുത്തില്ല, അതുകൊണ്ട് പ്രചോദേട്ടാ, ഇതൊന്നും കണ്ടൊരിക്കലും ടെൻഷൻ ആകരുത്. എന്ത് ടെൻഷൻ? എന്തൊക്കെ വെറും തമാശല്ലേ? എന്ത് തമാശ? ഇത്രമില്ല കോമബീഷം വെച്ചിട്ട് ഞാൻ അവിടെ വന്നിട്ട് നിനക്ക് തമാശ? സീരിയസ് ആട്ടോ, സീരിയസ്. ചേട്ടൻ പോയിരുന്നോ? നല്ലൊരു കൈയടി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ കലിപ്പനെയും കാന്താരയും സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ബബിത, വിനോദ് കുമാർ ആൻഡ് അനിക്സ്. ഞാൻ ദൂരെ നോക്കിയപ്പോ എനിക്ക് പെട്ടെന്ന് ആൾത്തോട്ട ഭൂപതി നാനഡ എന്നുള്ള വിജയുടെ പടം കാണുകയാണെന്ന് വിചാരിച്ചു. സിമ്മറനും വിജയും വന്ന പോലെ 2 സൈഡിൽ നിങ്ങൾ വരികയാണ്. സിമ്മറൻ നിന്ന് പൊളിക്കുന്നു, വിജയ് ആറ്റിറ്റ്യൂഡ് ഇട്ട് വരുന്നു. അത്ര നന്നായിരുന്നു ആ വരവ് കേട്ടോ, സൂപ്പറായി. നമുക്ക് അനിക്സിനെ ഒന്ന് പരിചയപ്പെടാം. അനിക്സ് ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്. അനിക്സേ? അത് ഞാൻ ഫസ്റ്റ് ടൈം. ഞാൻ BA കഴിഞ്ഞു. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് PSC പഠിക്കുകയാണ് എന്നുള്ള വ്യാജേന എനിക്ക് വീട്ടുകാർ പറയും, എടാ നിനക്ക് ഈ വായിട്ട് അലയ്ക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ, നിനക്ക് വല്ല പണിക്കും പോക്കൂടാ. അപ്പോൾ വായിട്ട് അലയ്ക്കാൻ പറ്റിയ സ്ഥലം എവിടെയെന്ന് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പരിപാടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ പാലക്കാട് ടൗണിലൂടെ നടന്ന് ഇങ്ങനെ ബസ് കയറി അവസാനം ഇവിടെ എത്തി. പക്ഷെ ഇത് BA-ക്കാളും വലിയ പണിയുള്ള പണിയായത്. അത് പൊതുവെ പലരും, ഒരാള് ഒരു ദിവസം ഞാനിരിക്കുമ്പം എനിക്കൊന്ന് മുകേഷ് ചേട്ടനോടാന്ന് തോന്നുന്നു, മുകേഷ് ചേട്ടനോട് വന്നിട്ട് ചോദിക്കുന്നത്, മോനെ നമ്മൾ ആദ്യം അവനെ ഇത് BA പഠിപ്പിക്കാൻ പോയി, അത് അവൻ നന്നായില്ല, പിന്നെ അവന് നമ്മൾ അവിടെ ബിസിനസ് ഇട്ട് കൊടുത്തു, അത് അവൻ ചൊവ്വായില്ല, അതിലവൻ ഗതി പിടിച്ചില്ല, പിന്നെ ഞാൻ കുറച്ചാള് ഗൾഫിൽ കൊണ്ടാക്കി, അവിടെ ഒന്നും രക്ഷില്ല, അവന് ഒന്നിനും കൊള്ളാത്ത തീർക്കണം, നമുക്ക് സിനിമയിൽ വല്ലതും ചെയ്യിക്കാൻ പറ്റുമെന്ന്. അതായത് ഒന്നിനും കൊള്ളാത്തവർക്ക് വരാനും ചെയ്യാനും പറ്റിയൊരു നല്ല സ്ഥലം എന്നുള്ള പോലെയാണ്. അനിക്സ് ഏറ്റവും കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ഒരാളെ ചിരിപ്പിക്കാൻ. ഇതിവിടെ ചിരിപ്പിച്ച് വിജയിച്ചാൽ അനിക്സിന്റെ ജീവിതം വിജയമായി എന്ന് തന്നെ പറയാം. നീ PSCക്ക് പഠിക്കുമെന്നല്ലേ പറഞ്ഞത്? മോനെ, നമുക്ക് ഇവിടെ ഒരു PSC ഉണ്ട്. ആ PSCയുടെ പേരാണ് പാരഡി സോങ് ചലഞ്ച്. ഓം ഫ്രെയിം കേശവ് മുഹമ്മദ്. നമസ്കാരം. കണ്ടിട്ട് ഒത്തിരി നാളായി. പണ്ടെന്റെ കോമഡി ആയിട്ട് ചിരിച്ചു മറിഞ്ഞതൊക്കെയാണ്. ഇപ്പോഴും ചിരിച്ചും പറയുന്നുണ്ട്. കാര്യം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ പറയുന്ന ടെൻഷനൊക്കെ ഉള്ളപ്പോൾ കേശവമാമന്റെ പാട്ടുകൾ കേൾക്കും. കഴിഞ്ഞ ദിവസത്തെ പാട്ട് നന്നായിരുന്നു. KS പ്രസാദിനും ട്രിപ്പുള്ള കാര്യം
മുഹമ്മ പ്രസാദിന്നു ചൊല്ലി. യേശുമാമ ഈ മുഹമ്മ ചേർത്തലിലുള്ള സ്ഥലമാണ്. മുഹമ്മയിലുള്ള പ്രസാദ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. എല്ലാ മലയാളികൾക്കും പേരറിയില്ല. അദ്ദേഹം വലിയ സിനിമകളിലൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മുഹമ്മദ് പ്രസാദ്. ഈ മുഹമ്മദ് പ്രസാദ് ഒരു ദിവസം ഒരിടത്ത് നിന്ന് എവിടെയാ വീട് എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിയോട് പറഞ്ഞ് ഞാൻ മുഹമ്മദ് പ്രസാദ് എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഇരിക്കുന്ന ആളെ വേറെ എവിടെ ഒരു പാട്ടുകാരനുണ്ടല്ലോ മുഹമ്മയില്. പിന്നെ പ്രസാദ് ഇല്ല, പാട്ട് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ഉള്ളു, അവിടെ അങ്ങനെ ഒരു പാട്ട് ഉണ്ടെന്നേ, ഹിന്ദി പാട്ടൊക്കെ പാടുന്ന മുഹമ്മദ് റാഫിന്ന്. അത്രയും ബോധ്യമില്ലാത്ത ഒരാള്, അത്ര ബോധ്യമില്ലാത്ത ഒരാള് പരിപാടി കാണാൻ വേണ്ടി വന്നേക്കുന്നു. മുഹമ്മദ് റാഫിയെ പഴയ ഹിന്ദി പാട്ട് പാടുന്ന. എന്നാ സാറേ തുടങ്ങിക്കോട്ടെ. സ്റ്റാർട്ട്. വരിക്കച്ചക്കേ നിന്നെ തിന്നാനായി കൊതി തോന്നുന്നേ, പുഴുക്കുണ്ടാക്കി വരിക്കച്ചക്കേ നിന്നെ തിന്നാനായി കൊതി തോന്നുന്നേ, പുഴുക്കുണ്ടാക്കി ബീഫ് കറുകൂട്ടി തിന്നാമെടി. വരിക്കച്ചക്കേ നിന്നെ തിന്നാനായി കൊതി തോന്നുന്നേ, പുഴുക്കുണ്ടാക്കി ബീഫ് കറി കൂട്ടി തിന്നാമെടി. പഴുത്ത നിന്റെ ചുളകൾ കാണുമ്പോൾ തനിച്ചു തിന്നാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നേ. പഴുത്ത നിന്റെ ചുളകൾ കാണുമ്പോൾ തനിച്ചു തിന്നാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നേ. വരിക്കച്ചക്കേ നിന്നെ തിന്നാനായി കൊതി തോന്നുന്നേ, ഉഴുക്കുണ്ടാക്കി ബീഫ് കറി കൂട്ടി തിന്നാമെടി. ഇതിൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ആ വിരുദ്ധത്തിലൊരു ഹമ്മിങ് പാടി, അത് എ ആ ഹാ ഹാ ഹാ, ബി ഓ ഹോ ഹോ ഹോ, സി ഏതാ? ആരാ അവിടെ കൊതുക് വന്നിട്ടുണ്ട്? ഇവിടെ കൊതുക് വന്നിട്ടുണ്ടോ? അതാ ബബിത ടീച്ചർ പറയുന്നുണ്ട്. കുറച്ചുകൂടെ കറക്റ്റ് ആൻസർ ആണല്ലോ. അയ്യോ ഇത് ഞാൻ അറിയല്ലേനു. ഓ അയ്യോ എനിക്ക് വയ്യ. എന്നാ ഞാൻ ഒറിജിനൽ ചോദ്യം ചോദിക്കാം. ഓക്കെ ചേച്ചി, ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ ചോദ്യം കേട്ടോ. വരിക്കച്ചക്ക എന്തുണ്ടാക്കി എന്തും കൂട്ടി തിന്നാനാണ് കൊതി? പുട്ടുണ്ടാക്കി ബീഫും കൂട്ടി. അല്ല പുട്ടല്ല, പുഴുക്കുണ്ടാക്കി ബീഫും കൂട്ടി. മെടുക്കൻ മെടുക്കൻ. പുഴുക്കുണ്ടാക്കി ബീഫും കൂട്ടി കഴിക്കാനാണ് കൊതി. അടിപൊളി. അടുത്തത്, പ്ലാവിലെ ചക്കയ്ക്ക് പച്ച നിറം മാറുമ്പോൾ എന്ത് ചെയ്യാനാണ് തോന്നുന്നത്? വെട്ടി ശരിയാക്കാൻ, വെട്ടിപ്പൊളി. അല്ല അല്ല അല്ല. പറിക്കണോ? ആണോ? വെറുതെ പറിക്കാൻ പറ്റുമോ? വെറുതെ പറിക്കോ? തോട്ടിയിട്ട് വലിച്ച് കൊക്കി എടുത്തിട്ടല്ലേ പറിക്കുക? തോട്ടിയിട്ട് വലിച്ച് കറക്റ്റ് ആൻസർ. പറഞ്ഞു തോട്ടിട്ട് വലിച്ചു. തോട്ടിക്ക് തോണ്ടിയിടാൻ. കറക്റ്റ്. ചേച്ചി യു ഹാവ് ടു സ്കോർ. നമ്മളെ നാട്ടിൽ ചക്ക ഉണ്ട് കേട്ടാ. ഉണ്ടല്ലേ? നീ മിണ്ടല്ലേ, അരമണിക്കൂർ ചക്കയെ പറ്റി പറയും. മൂന്നാമത്തെ ചോദ്യം, പഴുത്ത ചക്കച്ചുളകൾ കാണുമ്പോൾ ആരൊക്കെ ഇരുന്ന് തിന്നാനാണ് വെയിറ്റ് ചെയ്യുന്നത്? ആരൊക്കെ? പുഴുങ്ങി തിന്നാനായിരിക്കൂലേ? ആരൊക്കെ കൂടി ഇരുന്ന് തിന്നാനാണ്? വീട്ടുകാരെല്ലാവരും കൂടി തിന്നാ പോരെ? അല്ല. ഇവിടെ എല്ലാവരും കൂടി. അല്ല. എങ്ങനെ തിന്നാനാണ് അത് ഇഷ്ടം? ഒന്നുമില്ല, തനിച്ചിരുന്ന് തിന്നാനാണ് ഇഷ്ടം. മനസ്സിലായോ? ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ ഈ സെഗ്മെന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനിക്സ് 2 ശരി ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോ അനിക്സിന് കൺഗ്രാറ്റുലേഷൻസ്, യു വിൽ ബി പെർഫോമിംഗ് ഫ്രം. ഹലോ, എൻ്റെ പേര് അനിക്സ് കെ ദേവസ്യ എന്നാണ്. ഞാൻ പാലക്കാട് മുണ്ടൂരിൽ നിന്ന് വരുന്നു. അപ്പം ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുടിയെക്കുറിച്ചാണ്. അതായത് തലമുടി. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ വളരുന്നൊരു സാധനമാണ് തലമുടി. പക്ഷേ ആണുങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ ഒരു 15 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെയുള്ള കാലയളവിൽ ഇവരുടെ മുടി എന്ന് പറഞ്ഞാൽ ഈ കക്കൂസ് കഴിയുന്ന ബ്രഷ് തിരിച്ചു പിടിച്ച പോലെയാണ്. അതായത് എപ്പോഴും ഇങ്ങനെ പൊക്കി വെച്ച് നടക്കും. പിന്നെ ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടാനൊന്നും ഇഷ്ടമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുടി ചളിങ്ങിയാലോ എന്ന് പേടിച്ചിട്ടാണ്. പിന്നെ ഒരു 20 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള കാലയളവിൽ ഇവർക്ക് ഹെയർ സ്റ്റൈലിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ സംഭവിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊക്കി വെച്ചിരുന്ന മുടി ചെറുതായിട്ടൊന്ന് താത്തി വെക്കാൻ തുടങ്ങും. പിന്നെ ഹെൽമെറ്റിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ വന്ന് തുടങ്ങും. അപകടം ഉണ്ടായാലോ എന്നുള്ള പേടി കൊണ്ടല്ല, ഹെൽമെറ്റ് വെക്കാതെ എങ്ങാനും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ
ഈ താത്തി വെച്ചിരുന്ന മുടി അങ്ങ് പൊങ്ങി നീണ്ടു കിടക്കുന്ന നെറ്റി കാണുമല്ലോ എന്നുള്ള പേടിക്കാണ് ഇവരെ ഹെൽമെറ്റ് ഇട്ടത്. പിന്നെ ഒരു 30 വയസ്സ് തൊട്ട് ഒരു 40 വയസ്സിന്റെ ഇടയിലുള്ള ഒരു കാലയളവിൽ ഇവർ കുറച്ച് പാടുപെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രം കുറച്ച് മുടി ഉണ്ടാവുള്ളൂ. ഈ മുടിയെടുത്ത് ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിക്കാൻ ഇവർ പെടുന്ന പാട് അത് അവർക്ക് മാത്രമേ പറ്റൂ. പിന്നെ ഒരു 40 വയസ്സിന് ശേഷം അങ്ങോട്ട് ചിന്തിക്കേ വേണ്ട. കാരണം ഈ ഫുട്ബോൾ സ്റ്റേഡിയത്തിന് ചുറ്റും ആൾക്കാർ ഇരിക്കുന്നത് പോലെ ഇവിടെ മാത്രം കുറച്ച് മുടിയും നടുക്ക് വെട്ടിത്തിളങ്ങുന്ന ഒരു മൈതാനവും നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ സ്റ്റീൽ പാത്രം വെയിലത്ത് വെച്ചാൽ കിട്ടില്ല ഇത്ര തിളക്കം. ഇനി ഇത് പൊതുവേ ഉള്ള കാര്യം. ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ കുടുംബത്തിൽ ഈ പെണ്ണുങ്ങൾക്കൊക്കെ പനങ്കൊല പോലെ മുടിയും, ആണുങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പഴനിമലയ്ക്ക് പോയി വന്ന പോലെയാണ്, എല്ലാം മുട്ടകളാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൻ ഒരു കഷണ്ടിയാണ്, അതായത് ഒരു തരിശു ഭൂമിയാണ്. എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പന് 12 മക്കളുണ്ട്. അതിനകത്ത് 10 മക്കൾ ആൺമക്കളും അതിനകത്ത് 8 മക്കളും തരിശു ഭൂമിയാണ്. അതിലൊരു തരിശു ഭൂമിയാണ് എൻ്റെ അപ്പൂപ്പൻ. ആ അപ്പൂപ്പൻ്റെ ഒരേ ഒരു മോനാണ് എൻ്റെ അപ്പൻ, അതും ഒരു തരിശു ഭൂമിയാണ്. അപ്പം ആ അപ്പൻ്റെ മോനായ ഞാൻ ഒരു തരിശുഭൂമി ആവില്ലേ? ആ ഒരു പേടി കൊണ്ട് എൻ്റെ 18ാമത്തെ വയസ്സിൽ 4 മുടി പൊഴിയാൻ തുടങ്ങിയപ്പോൾ മുടി പോവരുത് എന്നുദ്ദേശിച്ച് ഞാൻ എൻ്റെ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, എടാ ചെമ്പരത്തിയുടെ ഇല താളിയാക്കി തേച്ച് കഴിഞ്ഞാൽ നിന്റെ മുടി പോവത്തില്ലടാന്ന്. അത് കേട്ട് അടുത്ത വീട്ടിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ചെമ്പരത്തി ചെടിയിൽ നിന്ന് ദിവസം ഇല പറിക്കുന്നു, ഞാൻ താളി തേക്കുന്നു, ഇല പറിക്കുന്നു, താളി തേക്കുന്നു. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി എൻ്റെ അടുത്ത് എന്ന് പറയാ, എടാ നിന്റെ അപ്പൻ്റെ തല പോലെ ആക്കി കളഞ്ഞോളാ എൻ്റെ ചെമ്പരത്തി ചെടി, അതിനകത്ത് ഇപ്പോൾ ഒരു നാമ്പ് പോലും ഇല്ലെന്ന്. അങ്ങനെ അത് ഞാൻ നിർത്തി. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ കോഴിമുട്ട തലയിൽ തേച്ചാൽ നല്ലതാണ്, നന്നായിട്ട് മുടി വളരുന്നു. അത് കേട്ടത് ഞാൻ വീട്ടിൽ കോഴി മുട്ടയിടുന്നു, എടുത്ത് തലയിൽ തേക്കുന്നു, കോഴി മുട്ടയിടുന്നു, തലയിൽ തേക്കുന്നു. ഒരു ദിവസം കോഴി മുട്ടയിടാൻ ഇത്തിരി വൈകിയപ്പോൾ ഞാൻ അതിനെ ഞെക്കി പിടിച്ച് വരെ മുട്ടയിടിപ്പിച്ച് തലയിൽ തേച്ചു. ഈ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്ന് നമുക്ക് കേക്കൊക്കെ മുറിക്കുന്നത് വളരെയധികം സന്തോഷമല്ലേ? എന്നാൽ എനിക്ക് അതിനേക്കാളും വലിയ സന്തോഷമാണ് ഇവന്മാരെല്ലാം കൂടി വന്ന് ഓടിച്ചിട്ട് തലയിൽ മുട്ടയടിച്ച് പൊട്ടിക്കുമ്പോൾ. അങ്ങനെ ഇവന്മാരൊക്കെ പറയുന്നത് കേട്ട് പറമ്പിലെ പച്ചിലകൾ മുതൽ അടുക്കളയിലെ പച്ചക്കറി വരെ ഞാൻ അരച്ച് തേച്ച് നോക്കി, എന്നിട്ടും ഒരു ഗുണം ഉണ്ടായില്ല. ഇങ്ങനെ ആൾക്കാരൊന്നും പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല, ഒരു ഡോക്ടറിനെ പോയി കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഡോക്ടറിനെ കണ്ടപ്പോൾ എൻ്റെ ഉള്ള പ്രതീക്ഷയും പോയി. കാരണം ഈ ചോട്ടാ ഭീം കാർട്ടൂണിനകത്ത് രാജുവിൻ്റെ തലയെ കണ്ടിട്ടില്ലേ 2 മുടി, അതാണ് ഞാൻ ഡോക്ടറിൻ്റെ തലയെ കണ്ടത്. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറയാം, ഞാൻ തരുന്ന മരുന്ന് കൃത്യമായി കഴിച്ചാൽ നിന്റെ ഒരു മുടി പോലും പോകത്തില്ലടാന്ന്. അത് കുറേ കാണാനും ഉണ്ട് അവിടെ. എന്നിട്ട് ഞാൻ ഈ മരുന്നും വാങ്ങി വൈകുന്നേരം വീട്ടിൽ പോയി കുളിയും കഴിഞ്ഞ് തല തോർത്തുമ്പോൾ തോർത്തയിൽ നിറച്ച് മുടി. ഈ മുടി ഓരോന്നും ഞാൻ പറക്കി ഒരു ഡെപ്പയ്ക്കകത്തിട്ട് വെക്കും. എന്തിനാണെന്നറിയോ? ഈ മുടി മൊത്തം പോയി കഴിയുമ്പോൾ അതുകൊണ്ടെങ്കിലും എനിക്കൊരു വിഗ് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ എൻ്റെ മമ്മി പറയും, ഞാൻ എവിടേക്കെങ്കിലുമൊക്കെ ഒരുങ്ങി പോകണമെങ്കിൽ ഈ പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണ്, ഒരുപാട് സമയം വേണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പെണ്ണുങ്ങളെ പോലെ ഡ്രസ്സൊക്കെ നോക്കി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങി പോകുമ്പോഴാണ് ഇത്രയും സമയമെന്ന്. എന്നാൽ അതല്ല. കുളി കഴിഞ്ഞാൽ തല തോർത്തി കഴിഞ്ഞാൽ മുടി പോവല്ലോ എന്ന് പേടിച്ചിട്ട് കുളി കഴിഞ്ഞ് ഫാനിൻ്റെ ചോട്ടിലിരുന്ന് മുടി ഉണക്കി പറപ്പിച്ചിട്ടാണ് ഞാൻ എവിടേക്കെങ്കിലും പോവാറ്. അതുകൊണ്ടാണ് ഇത്രയും സമയം വൈകുന്നത്. എന്തിന്? എവിടെ നേരത്തെ എത്തണമെങ്കിലും ഞാൻ കുളിച്ചിട്ട് പോകുന്ന കാരണം സമയം വൈകും. അതുകൊണ്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും കുളിക്കാതെയാണ് പോകുന്നത്. എന്തിന്? ഇവിടെ ഞാൻ നേരത്തെ എത്താൻ കാരണവും കുളിക്കാതെ വന്നതുകൊണ്ടാണ്. ഞാൻ കൂട്ടുകാരന്മാരുടെ കൂടെ കാറ്ററിംഗ് വർക്കിനൊക്കെ പോകും കേട്ടോ. അപ്പോൾ വൈകുന്നേരം പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ സിനിമയ്ക്ക് പോവാ വാടാന്ന് പറഞ്ഞ് വിളിക്കും, കറങ്ങാൻ പോവാ വാടാന്ന് പറഞ്ഞ് വിളിക്കും. ഞാൻ പോവില്ല. ഞാൻ അങ്ങനെയൊന്നും പൈസ ചിലവാക്കുന്ന ഒരാളല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിൽ കുറേ സേവിങ്സ് ഉണ്ടെന്ന്. എന്നാൽ അങ്ങനെയല്ല. എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ഡർമാ റോളർ, ഹെയർ ഗമ്മി, ഹെയർ ഓയിൽ, ഹെയർ ഷാമ്പു ഇതൊക്കെ വാങ്ങി ഞാൻ എൻ്റെ പൈസ തീർക്കും. ഇതൊക്കെ വാങ്ങിയിട്ടും ഒരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ എന്നോട് വന്ന് പറഞ്ഞു, എടാ മുടി പോയാ പോട്ടെ, മഹാത്മാഗാന്ധിയെ കണ്ടിട്ടില്ലേ, നല്ല ബുദ്ധിയുള്ളവരുടെ മുടിയാടാ പെട്ടെന്ന് പോകുന്നത് എന്ന്. അപ്പം ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, എന്നിട്ട് ബുദ്ധിയില്ലാത്ത നിങ്ങളുടെ മുടി എങ്ങനെ പോയി തന്തേ എന്നുള്ളൊരു ചോദ്യത്തിന് എൻ്റെ അപ്പൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഡീപ്പ് സൗണ്ടായിരുന്നു. ഞാൻ അതും കേട്ട് വയറിനിറങ്ങി എൻ്റെ കൂട്ടുകാരന്മാരുടെ അടുത്ത് പോയി ഈ കാര്യം പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരന്മാരിൽ ഒരുത്തൻ പറഞ്ഞു, എടാ നീ ഒരു ഭ്രാന്തനെ പോലെ നടന്നാൽ മതി. അപ്പം ഞാൻ അതെന്താടാ ചോദിച്ചപ്പോൾ അവൻ പറയാം, ഭ്രാന്തന്മാരെ കണ്ടിട്ടില്ല, എല്ലാത്തിനും നല്ല മുടിയും താടിയുമാണെന്ന്. അപ്പം എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ മുടി പോയാൽ പോട്ടെ, പ്രേതം സിനിമയിലെ ജയസൂര്യനെയൊക്കെ നീ കണ്ടിട്ടില്ലേ, മുട്ടയടിച്ച് താടിയുള്ള മോഡൽ, അങ്ങനെ നിനക്ക് നടന്നുകൂടെയെന്ന്. അത് നല്ല മോഡലല്ലേ? അതെ നല്ല മോഡലാണ്, പക്ഷെ താടി വളർത്താൻ താടി എവിടെ? എനിക്ക് താടിയില്ലല്ലോ. എൻ്റെ അപ്പൻ്റെ വീട്ടുകാർക്ക് മുടിയില്ലെങ്കിലും നല്ല താടിയാ, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് താടി വന്നില്ല എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അപ്പൻ്റെ വീട്ടുകാർ തരിശുഭൂമിയാണെങ്കിൽ എൻ്റെ അമ്മയുടെ വീട്ടുകാർക്ക് കൊറ്റനാടിന് പൂട മുളച്ച പോലെ ഇവിടെ മാത്രമുണ്ട് 4 രോമം. അതെനിക്കും വന്നു. മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. ഇതെല്ലാം ആലോചിച്ച് ഭ്രാന്ത് പിടിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു റീൽസ് വന്നു, എങ്ങനെയുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾക്കിഷ്ടം.
ഞാനത് കണ്ട് പെട്ടെന്ന് പോയി കമന്റ് ബോക്സിൽ നോക്കിയപ്പോൾ അതിനകത്തൊക്കെ എഴുതിയിരിക്കുക നല്ല മുടി, കട്ട താടി, ഭയങ്കരമായിട്ട് മീശ, 6 പാക്ക്, കോപ്പ്. എന്നിട്ട് ഞാൻ അതിനകത്ത് കമന്റ് ഇട്ടു, ഈ നല്ല മുടിയും താടിയൊന്നും ഇല്ലെങ്കിലും നല്ല മനസ്സാണെങ്കിലോ എന്ന്. അപ്പോൾ അതിന് കമൻ്റായിട്ട് എനിക്ക് റിപ്ലൈ ആയിട്ട് 3 കമൻറ്റാണ് വന്നേ. ഫസ്റ്റ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നല്ല മനസ്സില്ലെങ്കിലും എനിക്ക് മുടിയും താടിയും വേണവടാന്ന്. അപ്പോൾ അവള് പോയി. രണ്ടാമത്തേത്, അന്നെ നമുക്ക് ഇഷ്ടമായിരിക്കണം, ഈ ഇങ്ങോട്ട് പോരെ, അനക്ക് നമ്മൾ പൊറോട്ട ഇറച്ചിയും വാങ്ങിത്തരാന്ന്. 3-ാമത്തെ കമൻറ്റ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മുടിയും താടിയൊക്കെ എന്തിനാടാ മുത്തേന്ന്. അതും കിടുക്കാച്ചി പ്രൊഫൈൽ, അടിപൊളി പെൺകുട്ടി. എനിക്ക് അങ്ങനെയുള്ള ഒരു വൈബിലുള്ള പെൺകുട്ടി തന്നെയാണ് ഇഷ്ടം. ഞാൻ വേഗം അവളുടെ അക്കൗണ്ടിൽ കയറി ഹായ് എന്ന് അങ്ങോട്ട് മെസ്സേജ് അയച്ചു. പെട്ടെന്ന് എനിക്ക് റിപ്ലൈ വന്നു, ഓഡിയോ കോൾ 250, വീഡിയോ കോൾ 500. അങ്ങനെ അതും പോയി. പിന്നെ ഭാഗ്യത്തിന് നിന്നെ കാണാൻ കാക്കയെ പോലെ കറുത്തതാണ്, നിന്നെ കണ്ടാ പെറ്റതള്ള സഹിക്കൂല എന്നൊന്നും ആരും പറയാത്തത് കൊണ്ട് ഞാൻ ആ സമാധാനത്തിലിരുന്നു. അങ്ങനെ മുടി പൊഴിയുന്ന എല്ലാ യുവാക്കളോടും എനിക്ക് പറയാനുള്ളത്, മുടി പോയാൽ പോട്ടെ, മുടിയില്ലാത്ത എത്രയോ പേര് അന്തസ്സായിട്ട് ജീവിക്കുന്നില്ലേ, എത്രയോ വലിയ വലിയ നിലയിലൊക്കെ എത്തിയിട്ടില്ലേ എന്നൊക്കെ പറയുന്നവരോട് നിങ്ങൾ തിരിച്ചു ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ നിന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ച് തരുവോടാന്ന്. കെട്ടിച്ച് തരാമെന്നാണെങ്കിൽ പിന്നെ നിങ്ങൾ മുടിയൊന്നും വളർത്തണ്ട, പോട്ടെ. ഇല്ലെങ്കിൽ മുടി പോവുകയാണെങ്കിൽ കുടുംബത്തിന്റെ ആധാരം പണയം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. റിയലി ഗുഡ് പെർഫോമൻസ്. നല്ല ടോപ്പിക് ആയിരുന്നു. കൂടുതലും ജെൻസിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും എല്ലാവരും, ലേഡീസും ജെൻസും എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിന്റെ എല്ലാ ഏരിയയിലും എല്ലാ തമാശകളും പറഞ്ഞു. അവ സ്ക്രിപ്റ്റിൽ അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്. മോനെ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. അതെ 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 അതെ. അതായത് 10 വിറ്റ് പറഞ്ഞാൽ 10 വിറ്റും ഏറ്റ വിറ്റാണ്. എല്ലാ വിറ്റും ഏതാണ്ട് ഒരു കൃത്യമായ ദൂരപരിധിയിൽ നിർത്തി ഒരുപാട് നീളത്തിൽ പറഞ്ഞിട്ട് അവസാനം ഒരു കുഞ്ഞ് വിറ്റ് കിട്ടും, അങ്ങനെയൊന്നുമല്ല. കൃത്യമായ അളവിൽ നല്ല നല്ല വിറ്റുകളുള്ള നല്ല സ്ക്രിപ്റ്റ്, നല്ല രീതിയിൽ ഒരു 2 എപ്പിസോഡും കൂടെ കഴിയുമ്പം ഇത് അവതരിപ്പിക്കുന്നതിനുള്ള ഒരു ചെറിയ ആർട്ട് തനിക്ക് കൈ കിട്ടും. ഇപ്പം അത് ചെറുതായിട്ട് ആലോചിച്ചും പറഞ്ഞും തീർത്തും പറഞ്ഞു ഒരു പിള്ളകളുണ്ട്. ഇച്ചിരി അലസമായിട്ട് ഇന്ന് വർത്താനം പറയുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, ഉഗ്രം പ്രകടനമായിരുന്നു കേട്ടോ, സൂപ്പർ. അനിക്സേ, ഈ തരിശുഭൂമിയെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത്. വിറ്റുകളൊന്നും തരിശുഭൂമി ആയില്ല അല്ലേ? എല്ലാ വിറ്റുകളും നല്ല പച്ചപ്പുള്ള വിറ്റുകളായിരുന്നു എല്ലാം. ഇപ്പൊ പിഷയുടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ കൗണ്ടറുകൾക്കും ഒരു കൗണ്ടർ പോലും മോശമായില്ല എന്നുള്ള കാര്യം. ഈ മുടിയുടെ ഒരു പ്രശ്നം ഞാൻ അനുഭവിച്ച ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നത്. കാര്യം എൻ്റെ മുടി ആദ്യം മുള്ളംപന്നിയുടെ മുടി പോലെയായിരുന്നു, കട്ട് ചെയ്ത് ഇങ്ങനെ രോമാഞ്ചം വന്ന പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ മുള്ളംപന്നി എന്ന് വിളിക്കും. പിന്നെ ചില ആൾക്കാർ പറയും കക്കൂസ് കഴുകുന്ന ബ്രഷ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരാളാണ്. എന്തായാലും ഗംഭീര പരിപാടിയായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരു ടെൻഷനൊന്നും ഇല്ലാതെ പറഞ്ഞ് എല്ലാം നല്ല രസമായിട്ട് പറഞ്ഞു തീർന്നുള്ളത് കേട്ടോ. വളരെ അത്യാവശ്യം നല്ല. ഔദാര്യമൊന്നും വേണ്ട എനിക്ക് കേട്ടോ. ഞാൻ ചോദിക്കാനുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് ഈ പ്രചോദനം എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹത്തെ എനിക്കറിയാം. നേരത്തെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കോട്ടയത്ത് ഇരിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ല. അന്ന് ഇദ്ദേഹത്തെ ഞങ്ങളുടെ സ്റ്റേഷനിൽ എല്ലാവരും വിളിച്ചിരുന്ന സൺസൈഡ് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം സൺഷെയ്ഡ് പോലത്തെ മുടിയായിരുന്നു അദ്ദേഹം. ശരിയല്ലേ? അപ്പൊ ഇത്തിരി മനുഷ്യക്കോലം വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പിന്നെ എവിടെ വീടോടെ? പാലക്കാട് മുണ്ടൂർ. സ്റ്റേഷൻ ഹേമാംബിക സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനൊക്കെ ഇപ്പൊ ഭക്തി കനകാസന്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. നിനക്ക് എത്ര നാളായി ഈ അസുഖം തുടങ്ങിയിട്ട്? അസുഖമൊന്നുമില്ല. അല്ല, ഈ മുടിയുടെ അസുഖം അത് തുടങ്ങിയിട്ടില്ല. ഞാൻ വെറുതെ ഇപ്പഴേ ഈ തുടങ്ങാത്ത കാര്യം തുടങ്ങിയെന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നുകൊണ്ട് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വരുമല്ലോ. നീ വേറൊരു സാധനം മേടിച്ചെന്ന് പറഞ്ഞു, പിഷാരിന്റെ അടുത്ത് മേടിച്ചെന്ന് പറഞ്ഞു. അത് എവിടെ നിന്ന് മേടിച്ചു, എങ്ങനെ മേടിച്ചു, എന്തിനു മേടിച്ചു എന്നുള്ളത് സ്റ്റേഷനിൽ വന്ന് മണി പോലെ പറയണം കേട്ടോ. തൊണ്ടി മുതലായിട്ട് ഞാൻ കൊണ്ടുവന്നോളാം. തൊണ്ടി മുതലായിട്ടൊന്നും കൊണ്ടുവരണ്ട. അത് അവിടെ വയ്ക്കാൻ സ്ഥലമില്ല. അവിടെ തന്നെ ഉള്ള തൊണ്ടികൾക്ക് തന്നെ അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. പിന്നെ വേറെന്തൊക്കെയോ പറഞ്ഞില്ല നീ. ഒരു പോലീസുകാരൻ ഇവിടെ ഇരിക്കുന്നത് നിനക്ക് അറിയാൻ പാടില്ലേ? അച്ഛനെ വരെ എന്തൊക്കെ പറഞ്ഞു വിടിയെന്ന് അല്ലേ? അച്ഛൻ്റെ തലയിൽ മുടിയില്ല എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ തലയിൽ മുടിയില്ല, അപ്പൂപ്പൻ്റെ തലയിൽ മുടിയില്ല. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്ന് പരസ്യമായിട്ട് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും മാനഹാനി ഉണ്ടെങ്കിൽ അവർ കേസ് കൊടുത്താടല്ലോ. നീ എത്ര നാൾ അകത്ത് പോയി കിടക്കുന്ന അറിയാമോ? അയ്യോ സാർ, അങ്ങനെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? പിന്നെ എനിക്ക് എന്റെ അനുഭവത്തിലുള്ളതല്ലേ. എന്തത്? എന്റെ അച്ഛൻ്റെ തലയിൽ മുടിയില്ല, കഷണ്ടിയ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ 3 മാസം സസ്പെൻഷനിലായിരുന്നു. എന്തായാലും നന്നായിരുന്നു, അടിപൊളി. തമാശയുടെ ഈ മത്സരവേദിയിൽ അടുത്തതായി എത്തുന്ന കാന്താരി ബബിത വിനോദ് കുമാർ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബബിത വിനോദ് കുമാർ,
കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത് കല്ലിക്കണ്ടി എന്ന പ്രദേശത്ത് നിന്ന് വരുന്നത്. കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വന്തം നാടാണ് എൻ്റെ കല്ലിക്കണ്ടി എന്ന് പറയുന്നത്. അതായത് രമേശേട്ടാ, എന്നോട് ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ കുറേ ആൾ എന്നോട് ചോദിച്ചു ഇത് ഏത് ഭാഷ, കണ്ണൂർ ജില്ലയല്ല കോഴിക്കോട് ജില്ലയല്ല എന്ന്. അതായത് ഉത്തമ അല്ല രമേശേട്ടാ, കല്ലിക്കണ്ടി പാലം, ചട്ടക്കണ്ടി പാലം, കല്ലിക്കണ്ടി ശ്രീകൃഷ്ണ ക്ഷേത്രം, ചട്ടക്കണ്ടി മടപ്പുര ക്ഷേത്രം, പിന്നെ കാവക്കുന്നത്ത് മൊയിലോം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് 10ാം വളവിലോട്ട് അങ്ങോട്ട് നീങ്ങിയാൽ ഈ കുടിലിന്റെ മാണിക്യത്തിന്റെ വീടാണ് കേട്ട. ഞാൻ ഓരോരോ കണ്ടന്റ് കൊണ്ടുവന്നേരം രജി സാറ് പറയാ കൗണ്ടർ പോരാന്ന്. ഞാൻ അങ്ങനെയാ, ആവശ്യത്തിന് വരുമ്പോൾ കത്തൂല. അതായത് എൻ്റെ നാട്ടിലെ സ്ട്രീറ്റ് ലൈറ്റ് പോലെ രാത്രിയാണോട്ട് കത്തുകയില്ല, പകലാണെങ്കിൽ ഓഫ് ആകുകയില്ല. അതുപോലെ ഞാൻ BCom ഫസ്റ്റ് ക്ലാസ്സുകാരിയാണെങ്കിലോ എനിക്ക് തൊഴിലില്ല. വെറും ഏകദേശം 300 ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത ഒരു ഭാഗ്യവതിയാണ് ഞാൻ കേട്ടാ. അങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് അത് ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടി. എനക്കാണെങ്കിൽ ടീച്ചിങ് ഫീൽഡിലൂടെ ഭയങ്കര താല്പര്യം. ഞാൻ അങ്ങനത്തെ സ്ഥലത്തെ ജോലിക്ക് പോകും. BCom ഫസ്റ്റ് ക്ലാസ്സുകാരിയാണ്. ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ ആടുള്ള സാറ് പറഞ്ഞ്, ബബിത ടീച്ചർ ഞാനൊന്ന് പുറത്തു പോയിട്ട് വേഗം വരുമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷമല്ലേ ഭക്ഷണമെല്ലാം കഴിഞ്ഞാല് ഞമ്മക്കൊരു ഉറക്കെല്ലാം ഉണ്ടാവും. സാറ് പോകാൻ കാക്കുന്നേ ഉറങ്ങ. സാറ് AC ഓണാക്കിയിട്ടേനും പോയ 2 സ്റ്റാഫും കൂടി ഉണ്ടേനും. ഒരു ക്യാമറ കാണാത്ത സ്ഥലത്തും പോയിട്ട് ഉറങ്ങി, ഞാൻ ക്യാമറ കാണുന്ന സ്ഥലത്തും പോയിട്ട് ഉറങ്ങി. അങ്ങനെ ഉറങ്ങി നോക്കുമ്പോ എന്നോടങ്ങ് കൂർക്കാൻ വലിച്ചങ്ങ് ഉറങ്ങിപ്പോയി. സാറ് വന്നപ്പോ എന്ത് പറയാനാ, കൂർക്കാൻ വലിച്ച് ഉറങ്ങുന്ന ഭവിതേനെയാ കാണുന്നേ. ഭവിത, go to your houses. Don't repeat it. ഇങ്ങനെയാണോ ജോലി, ഉറങ്ങിയിട്ടാണോ ജോലി തീർക്കുന്നതെന്ന് ഞാനൊന്നങ്ങ് പേടിച്ചു പോയി. ഓർ AC ഇട്ട കൊണ്ടല്ലേ ഞാൻ ഉറങ്ങിയതല്ലല്ലോ. അങ്ങനെ ഇംഗ്ലീഷ് ഭാഷയില്ലാത്ത എനിക്ക് മനസ്സിലായി. ഈ ഗെറ്റ് ഔട്ട് അടിച്ച് അവിടെ നിന്നും എൻ്റെ ജോലി പോയി. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി. പിന്നെയോ കർത്താവ് പറഞ്ഞിന് മുട്ടുവീൺ തുറക്കപ്പെടുന്നു. ഇതും ഇതിലപ്പുറവും ചാടിക്കടന്നവളാണ് KK ഭവിത. അങ്ങനെ വേറൊരു സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് പോയി. പെട്ടെന്ന് തന്നെ കിട്ടീന് കേട്ടാ, കുഴപ്പമില്ല, നല്ല ശമ്പളമൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ അവിടെയുള്ള സാറ് പറഞ്ഞ്, എന്നെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഭവിത, ഇനി ഒന്ന് അറ്റൻഡൻസ് എടുക്ക്, ഞാൻ വേഗം വരാന്ന് പറഞ്ഞ് സാറ് മൈക്കാൻ കഴിച്ചിട്ട് അവിടെ വെച്ച്. അപ്പൊ ഞാൻ ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ 100 കുട്ടികളുണ്ട്. അവിടെ കഴിഞ്ഞ ഈ മൈക്ക കണ്ടപ്പോ എനിക്കൊരു വല്ലാണ്ടും എൻ്റെ അമ്മ പാട്ടോ പാടണ്ടേ അറ്റൻഡൻസോ എടുക്കണ്ടേ എന്ന് ചോദിക്കുന്നു. ഈ പാട്ടിലും മൈക്ക് കണ്ടാ പിന്നെ എനിക്ക് 2 പാട്ടങ്ങ് പാടണം. അങ്ങനെ ഞാനെന്ത് വിചാരിച്ചു, വേഗം അറ്റൻഡൻസ് അങ്ങ് എടുത്ത് തീർക്കാം, എന്നിട്ട് പാട്ട് പാടാന്ന് വിചാരിച്ചിട്ട് അറ്റൻഡൻസ് എടുത്തിട്ട് നോക്കുമ്പോ ഞാൻ ആദ്യം ഇംഗ്ലീഷിലൊന്ന് അറ്റൻഡൻസ് പറയാൻ തുടങ്ങി. 1 2 3 4 അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ എനിക്ക് ഓർമ്മ വന്നു, പഠിച്ചോനെ 20 കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം ഞാൻ എന്തെന്നാ പറയാ. അപ്പൊ ഞാനെന്ത് ചെയ്ത് ഈ മലയാളത്തിൽ അങ്ങ് അറ്റൻഡൻസ് എടുത്ത് 1 2 3 4 5 6 7 8 9 10 എന്നും പറഞ്ഞ് അറ്റൻഡൻസ് വേഗം അവിടെ തീർത്ത്. അത് കഴിഞ്ഞ് ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ മൈക്ക് എടുത്ത് കയ്യെ പിടിച്ച് എന്റെ കേശുമാമന്റെ പാട്ടൊന്ന് പാടി കേട്ടാ. സന്ധ്യയായാൽ ശല്യമാ ചേട്ടാ, സന്ധ്യയേക്കാൾ കഷ്ടമാ ചേട്ടാ, ആളിന്റെ തല കണ്ടാൽ എന്തേലും ചെയ്യും ഞാൻ, ഇനി എന്നെ ശല്യം ചെയ്യല്ലേ, സന്ധ്യയായാൽ ശല്യമാ ചേട്ടാ. ഇതും കേട്ടോണ്ട് മാഷ് വന്ന് മാഷ് എന്നെ ഒരു നോട്ടേങ്ങ് നോക്കീന്. അപ്പോൾ എന്നോട് പറയാ, go to your houses, don't repeat it, get out എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് ഞാൻ ഇതേ ചെയ്തുള്ളൂ കേട്ടാ, വേറൊന്നും ചെയ്തില്ല. അതിനാ സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഗെറ്റ് ഔട്ട് അടിച്ചതാണ്. അങ്ങനെ ഞാൻ സന്തോഷത്തോടു കൂടി എൻ്റെ വീട്ടിൽ അങ്ങ് പോയി. എൻ്റെ ഭർത്താവിനെ അറിയാം. എൻ്റെ ഭർത്താവിന് വെച്ചാൽ ഒരേ ഒരു റൂളുള്ളൂ, ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുന്നതിൻ്റെ മുമ്പേ ഞാൻ വീട്ടിലെത്തണം. എന്തിനാണെന്നാ, പൂമുഖവാതിൽക്ക് സ്നേഹം വിടർത്തുന്ന പൂനിങ്കളാകുന്ന ഭാര്യ. അങ്ങനെയാണ്. പിന്നെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഞാൻ എന്നെ ഇങ്ങനെ കാണണം, അതാണ് ചേട്ടന് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എത്തിയില്ല എങ്കിൽ ചേട്ടന് മനസ്സിലാവും എന്താന്നറിയാ, ഭവിതക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അന്ന് ഞാൻ ലേറ്റായി വന്നപ്പോ ഓർക്ക് തോന്നി എന്തോ ഒരു അപകടം സംഭവിച്ചിരുന്നു. എന്നേരം എന്നോട് ചോദിച്ചു, എന്താ ഭവിത എനിക്കെന്താ പറ്റിയ, വല്ല അപകടവും വന്നിനോന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സംഭവം എല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്ത്.
അല്ല വിനോട്ടാ, ഇങ്ങനെയല്ല ഇല്ല. ഞാൻ ഏടെ പോയാലും ഒരു ജോലിക്ക് തടസ്സം. ഞാൻ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനാ മാഷ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. എന്റെ ഭവ്യമോളെ സങ്കടപ്പെടണ്ട, ഒന്ന് വിഷമിക്കണ്ട. ഞമ്മക്കൊരു ജോത്സ്യനെ കാണാൻ പോകാന്ന് പറഞ്ഞു. നേരം വെളുക്കുമ്പോ ഞമ്മളെന്ത് ചെയ്ത് ഈ ജോത്സ്യൻ ഞങ്ങൾ കാണുവാൻ പോയി. ജോത്സ്യൻ കബഡി ഇങ്ങനെ നിരത്തി. ചുക്കാമരതകം ശശിവർണം ചതുർഭുജം സന്ദേഹങ്ങളുടെ നായകം. രാവിലെ അമ്മ കുളിപ്പിക്കും, കുത്തനുടുപ്പ് ഉടുവിക്കും, പുസ്തക സഞ്ചി എടുപ്പിക്കും. ഉമ്മ രാവിലെ ഒന്നിച്ച് സ്വാഹ എന്ന് പറഞ്ഞ് അപ്പോൾ ജോത്സ്യം പറഞ്ഞ് സരസ്വതി കോപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓർ എന്നോട് മിണ്ടുമെല്ലാം ചെയ്യും കേട്ടാ. ഞാൻ രാവിലെ പാലും വാങ്ങിയിട്ട് ഓരോട് ഭർത്താനെല്ലാം പറഞ്ഞിട്ട് വന്നിയല്ലേ. ഓർക്കൊന്നുമില്ല, സരസ്വതിക്കൊന്നുമില്ല. അല്ല, നിങ്ങൾ ആദ്യാക്ഷരം കുറിച്ചില്ല. അതായത് കരിശ്രീ ഗണപതേ യനമ ആദ്യാക്ഷരം കുറിച്ചില്ല. ഞെട്ടിപ്പോയി ഞാൻ കേട്ടാ. ഞാൻ പഠിച്ച് ബികോം ഫസ്റ്റ് ക്ലാസ് ആയ ഞാൻ ആദ്യാക്ഷരം കുറിക്കാണ്ടാ പോലും ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആയത്. ഞാൻ വേഗം ഓടിച്ചെന്ന് എൻ്റെ അമ്മേനോട് പറഞ്ഞു, അമ്മേ ഇങ്ങളി ചതി എന്നോട് ചെയ്യണ്ടേനു. എന്നെ ഹരിശ്രീ എഴുതി കണ്ടല്ലേ അമ്മ നിങ്ങൾ എന്നെ 1ാം ക്ലാസ്സിൽ ചേർത്ത. അന്നേരം അമ്മ പറയാ, ഇനി 3 വയസ്സായപ്പോ ഇനി അങ്ങ് ഹോസ്പിറ്റലിൽ അന്ന് ഗ്ലൂക്കോസ് കയറ്റും അരിയിൽ എഴുതാൻ അങ്ങ് വിട്ടു. പിന്നെ ഇനി വെച്ചടി അങ്ങ് കയറി ബികോം വരെ എത്തിപ്പോയപ്പോയില്ല. ഇനി എന്താ അരിയിൽ എഴുതിക്കൂടി, എനിക്ക് ജോലിക്ക് തടസ്സം വേണമെങ്കിൽ ഇനി ഇപ്പം തന്നെ അരിയിൽ എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങളെന്ന് പറയുന്നത് ഞാനൊക്കെ ഇവിടെ 30 വയസ്സായില്ലേ. 30 ഈ കാഴ്ചയുള്ള 61 ആയിട്ടല്ല അരിയിൽ അങ്ങ് എഴുതി കൂടറോന്ന് എൻ്റെ അമ്മേൻ്റെ ഒരു ഭർത്താനം. അങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഇത് മക്കളെ മുമ്പെന്ന് ഞാൻ ഈ പരിയിൽ എഴുതണല്ലോ. എൻ്റെ മക്കളെ മുമ്പെന്നാണല്ലോ ഇനി പരിയിൽ എഴുതണ്ടേ. ഞാൻ പറഞ്ഞു, എന്തെന്നാ അമ്മ നിങ്ങൾ പറയുന്നേ? ഈ പിള്ളേരെ മുമ്പെന്നാ ഞാൻ ഇങ്ങനെ അരിയിൽ എഴുതണ്ടേ നിങ്ങളൊന്ന് പറയുന്നേ. എനിക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി, ഞാൻ എപ്പം പോയാലും ജോലിക്ക് തടസ്സമോ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വിചാരിച്ച് എന്തായാലും ഇനി അരിയിൽ എഴുതുവാൻ പോകാന്ന്, തടസ്സം അങ്ങ് മാറട്ടെ. അപ്പോൾ സാധാരണ 3 വയസ്സിൽ അച്ഛൻ്റെ അമ്മേനെ നടുവിൽ ഇരുന്നിട്ട് അല്ലെ മടിയിൽ ഇരുന്നിട്ടായിരിക്കും അരിയിൽ എഴുതുക. ഇത് 3നോട് പൂജയും കൂടിയും കൂട്ടി 30 വയസ്സിലാണ് ഞാൻ ഇവിടെ അരിയിൽ എഴുതുന്നത്. ഭർത്താവിൻ്റെ 2 മക്കളെ നടുവിൽ ഇരുന്നിട്ട് അരിയിൽ എഴുതിയ ഒരു ഭാഗവതിയാണ് ഈ ഭവിത കേക്ക്. അങ്ങനെ നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി അരിയിൽ എഴുതാൻ ഇരുന്നേരെന്നും പറയണ്ട പഠിച്ചോനെ. ആടെ എത്തിയാരെ നമ്പൂരി പറയാ, ഓരോ 3 വയസ്സ് 4 വയസ്സുള്ള കുഞ്ഞുങ്ങളവിടെ ഇങ്ങനെ ഇരുന്ന കണ്ട. എനിക്കിവിടെ 30 വയസ്സായി പഠിച്ചോനെ. എല്ലാവരും മടിയിലിട്ട് നമ്പൂരിനെ മടിയിലിട്ടിച്ചിട്ടാ മക്കളെ ഈ അരിയിൽ എഴുതുന്നത്. എൻ്റെ മോളോട് പറഞ്ഞു, മോളെ ഞാനിപ്പോൾ ഈ നമ്പൂരിനെ മടിയിൽ എഴുതി ഇരുന്നിട്ടാണോ അരിയിൽ എഴുതണ്ടേ? അമ്മ സാരമില്ല അമ്മ, എന്താണ് അമ്മ അരിയിൽ എഴുതുന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ നമ്പൂരി എന്നോട് പറയാ, ആ കുഞ്ഞിനെ ഇങ്ങ് എടുക്കുക, എൻ്റെ മടിയിലൊന്ന് വെക്കുക. ഞാൻ പിന്നെ അങ്ങ് പോട്, നിങ്ങളോട് പറഞ്ഞ കേട്ടില്ല, കുഞ്ഞിനെ എടുത്ത് ഇങ്ങോട്ട് വരുക. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഇതന്നെയാ കുഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ നമ്പൂരി എന്നെ കണ്ടാൽ ഒരു നോട്ടേങ്ങ് നോക്കീന്. അപ്പോൾ അവർക്ക് മനസ്സിലായി. ആടെ ഇരുന്ന് ഭർത്താവിൻ്റെ 2 മക്കള് നമ്പൂതിരി ഞാൻ ആടെ ഇരുന്ന് ഹരിശ്രീ ഗണപതേ യനമ അങ്ങനെ ആദ്യാക്ഷരം കുറിച്ച്. നമ്പൂരിക്ക് പോലും ചിരി വന്നിന് കേട്ടാ. ഇനി ഏടെ കണ്ടാലും നമ്പൂരി എന്നെ മറക്കൂല. ഈ ഭവിതാക്കൊക്കെ എന്നെ നമ്പൂരി മറക്കൂല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എത്തിപ്പെടുന്നത് അജമ്മാഷയുടെ കോളേജിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അജമ്മാഷ് എന്നോട് പറയാ, ഭവിത റൂൾ ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു. ഞാൻ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് റിസീവർ ആൻഡ് ക്രെഡിറ്റ് ഗിവർ റൂൾ അവിടെ പറഞ്ഞു കൊടുത്തു. ഇനി ഡെഫിനിഷനും കൂടിയും വേണ്ടേ? അക്കൗണ്ടിങ് ഇസ് ദി ആർട്ട് ഓഫ് ഫൈൻഡിങ് ഫോർ റെക്കോർഡിംഗ് ക്ലാസിഫൈ സമ്മറൈസിംഗ് ഇൻ സിഗ്നിഫിക്കന്റ് മാനർ ഇൻ ടേംസ് ഇൻ മണി ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻ വിച്ച് അറ്റ് പാർട്ട് റിസൾട്ട് ദെയറോഫ്. രമേശേട്ടാ, എനിക്ക് എന്താ പറ്റിയ രമേശേട്ടാ? ബബിതയ്ക്കൊന്നും പറ്റിയില്ല. എനിക്കൊന്നും പറ്റിയില്ല അല്ലേ? എനിക്ക് തോന്നിയതായിരിക്കും എന്നാലേ. അപ്പോൾ അജമാഷ് പറഞ്ഞു, യു ആർ സെലക്റ്റഡ് എന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെ അജമാഷ കോളേജില് ഞാനിപ്പം തുടർച്ചയായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ജോലിക്ക് പോന്ന്. പിന്നെ ആർക്കെങ്കിലും ജോലിക്ക് തടസ്സം ഉണ്ടെങ്കിൽ കേട്ടാ ഹരിശ്രീ നേരത്തെ തന്നെ അങ്ങ് കുറിച്ചോളൂ. പിന്നെ ഭവിതനെ പോലെ 30-ാം വയസ്സിൽ അരിയിൽ എഴുതേണ്ട വരുവേ. ഇതോടുകൂടി എൻ്റെ ഫണ്ട്സ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണും വരെ സി ഡ്രീംസ് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, സൂപ്പർ. നല്ല എനർജി ആയിരുന്നു. എനർജി ഓവർഫ്ലോ ചെയ്തോ എന്നാണ് ഒരു സംശയം. എനർജി ഓവർഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം ഒരു ജോത്സ്യനെ കാണാൻ പോകാൻ പറഞ്ഞു. ഞങ്ങൾ രാവിലെ ഒരു ജോത്സ്യനെ കാണാൻ പോയി. ഇത് അങ്ങനെ പറയാലോ,
എന്നോട് ഒരു പറഞ്ഞു നിങ്ങളൊരു ജോത്സ്യനെ പോയി കാണുന്നു പറഞ്ഞിട്ട് പിറ്റന്ന് രാവിലെ നമ്മളൊരു ജോത്സ്യനെ കാണാൻ ഇത്ര ഉണ്ട്. രാവിലെ ജോത്സ്യനൊക്കെ 1.5 കിലോയുടെ ജോത്സ്യനും 3 കിലോയുടെ രാവിലെയാ തരുന്നത്. എന്നിട്ട് പറഞ്ഞ് കഥയ്ക്കാണ്. അപ്പൊ എന്താ ഇതിപ്പം ഏതോ ഒരു ചെറിയ കുട്ടി നഴ്സറിന്ന് വഴക്കിട്ടിട്ട് ഓടി വന്നിട്ട് പരാതി പറയുന്ന പോലെയും തോന്നുന്നുണ്ട്. സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് എന്തേ ആടുന്ന്. നല്ല രസമുണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. തകർത്തെന്ന് പറയാം, തകർത്ത്. കാര്യം നമ്മൾ ഒരുപാട് കണ്ണൂർ ഭാഷകളുള്ള പ്രോഗ്രാം കണ്ടിട്ടുണ്ട്, പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിച്ച് പരത്തി പറയുന്ന ആദ്യമായിട്ട് കാണുക അല്ലേ? അക്ഷരസ്ഫുടതയോടുകൂടി എല്ലാം പറഞ്ഞ് കിതച്ച്. അതെ, ഞാൻ ചോരത് പോവെന്നൊക്കെ പേടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഏറ്റവും സന്തോഷപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അല്ല പറഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനിടെ ഗ്യാപ്പ് കിട്ടുമ്പോ പറഞ്ഞു വിട്ടു. അത് തീർന്നിട്ട് പറയാനാണെങ്കിൽ നടക്കില്ല. ഞാൻ ജഡ്ജ്മെന്റ് പറയാനില്ല. ഈ 5 മണിക്ക് പോകാൻ ടെൻഷൻ അടിക്കേണ്ട, റെഡിയാണ് സംഭവം. കഴിഞ്ഞ സംഗതി ഓക്കെ അടിപൊളിയാണ്. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സന്തോഷപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഫോൺ കോളും മെസ്സേജുകളും വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഫോൺ കോളിൽ വന്നതിൽ 5 ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്നെ കാര്യമായിട്ട് വിളിച്ചത്. 2 അറിയുന്ന ഒരാളും പിന്നെ മൂന്നാള് നമ്മൾ അറിയാത്ത എൻ്റെ പരിപാടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട്, അതായത് കീമോ ചെയ്തിട്ട് അവർക്ക് നല്ല വേദനയായിരിക്കും പോലെ 2-3 ദിവസം. അപ്പം എന്നോട് പറഞ്ഞു ഭവിത എൻ്റെ പരിപാടി കണ്ടപ്പോൾ എൻ്റെ മോയെ അന്ന് പരിപാടി കണ്ട് ചീച്ച് വേദനകൾ അറിഞ്ഞില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ അവർ നമ്മൾ ഈ കോമഡി കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ അന്ന് രാത്രി ആ അമ്മ നല്ലോണം ഉറങ്ങീനു പോലും. ശരിക്കും നമ്മളില്ലേ ഒരു പുണ്യമാണ് ചെയ്യുന്നത് ഈ കോമഡി എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ നമിച്ച് രമേശ് ചേട്ടനെയോ ഇവരെയൊക്കെ നമിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പിന്നെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. മരുന്നിനെ പോലെ തന്നെ വേറൊരു മറുമരുന്നാണ് ഈ കോമഡി. ബബിത കേക്ക് എന്ന് പറഞ്ഞാൽ കണ്ണൂർ കോഴിക്കോട് ഭാഗങ്ങളിൽ ഒരുപാട് ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയാണ്. ഈ ബബിത കേക്ക് കണ്ണൂർ ഭാഗങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത് വളപട്ടണം പാലത്തിന് അപ്പുറത്തേക്ക് ഹണി റോസിന് ഇപ്പോഴും പരിപാടി ഫ്ലക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അവിടെ. ഫ്ലക്സ് നമ്മുടെ നാട്ടില് പിന്നെ 7ാം ക്ലാസ് ഗ്രൂപ്പിന്റെ ഫ്ലക്സ് അടിച്ചു വെച്ച്, പിന്നെ 10ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ഫ്ലക്സ് അടിച്ച്, പിന്നെ നമ്മുടെ നാട്ടിലെ സഖാക്കൾ ഫ്ലക്സ് അടിച്ചു വെച്ച്, സാറല്ലുണ്ട് അതില് പിന്നെ ഒട്ടാകെ ഫ്ലക്സ് അടിച്ചു വെച്ച്. എന്റെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഏത് സ്റ്റേഷനാ? അതെ, കൊളവല്ലൂർ പരിധി സ്റ്റേഷൻ അറിയില്ല. അവിടുത്തെ സുരേന്ദ്ര സാറിന് അറിയോ? സുരേന്ദ്ര സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ നമ്പർ മാത്രമേ അറിയാൻ പറ്റൂ. ബബിതയുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചേ. എല്ലാ ദിവസവും രാവിലെ നല്ല നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് സ്റ്റേഷനിൽ വരും. എല്ലാവരെയും കണ്ട് കൈ പൊക്കി കാണിച്ചിട്ട് തിരിച്ചു പോകും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചത് എന്താണ് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പറഞ്ഞേ. അപ്പോൾ പറഞ്ഞ് സ്റ്റാർ അല്ലേ പറഞ്ഞ് സ്റ്റേഷനിൽ വന്ന് ഷൈൻ ചെയ്യണമെന്ന് അറിയിച്ചു വന്നതാണ്. വളരെ ഹാപ്പി ആക്കി നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് കവിത ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും. ചേച്ചി സൂപ്പർ ആയിരുന്നു കേട്ടോ, ഹൈലി എനർജറ്റിക് ആയിരുന്നു, പൊളിച്ചു. കൽപ്പന കാന്താരിയുടെയും മാർക്സ് അറിയാനുള്ള സമയമായിരിക്കുന്നു. രമേശേട്ടാ, അനിക്സിന് 50-ൽ 47. 47 out of 50. അനിക്സ് 50-ൽ 48. യെസ്, അപ്പോ ടോട്ടൽ 95 out of 100. അടിപൊളിയാ, നല്ല സ്കോറാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, സൂപ്പർ, പൊളിച്ചു, വെരി ഗുഡ്. ഇനി ബബിത വിനോദ് കുമാറിന്റെ മാർക്സ് 50-ൽ 46. 46 out of 50. ബബിത 50-ൽ 47. 47 out of 50. That makes ഇത് ജഡ്ജസിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതിന്റെ പുറകിൽ അഴിമതി ഉണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കേണ്ടി വരും. സാറ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അന്വേഷിച്ചു. ഞങ്ങൾ പോയി കഴിയുമ്പോൾ അന്വേഷിച്ചു. മതി. അപ്പൊ ടോട്ടൽ 93 out of 100. അടിപൊളി, നല്ല സ്കോറാണ്. അപ്പോ ഇവരുടെ ഈ മത്സരത്തിൽ ബെസ്റ്റ് പെർഫോമറായി വന്നിരിക്കുന്നത് നമ്മുടെ അനിക്സ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. വൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം. ഫുൾ എപ്പിസോഡ് കൂടി വൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. until then, നന്ദി.